ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ സാരി എടുത്തിറങ്ങിയിരിക്കാണ് സുഹൃത്തുക്കളെ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2 ദിവസമായി ഇപ്പൊ സാരിയമ്മയാണ്. 2 ദിവസാ. ഇന്നലെ റീൽ എടുക്കണ്ടായില്ലോ. ഇന്നലെ റീൽ എടുത്തു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേ, നമ്മള് പണ്ടല്ല ഇപ്പോഴും എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും വീട്ടിൽ. ഇങ്ങനെ നമ്മള് സിനിമയില് സീരിയലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സാരി കൊടുത്ത് സിനിമയിലും സീരിയലൊക്കെ മേക്കപ്പും ചെയ്യാറുണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്ത് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബിനി. അവരൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ട് സാരി കൊടുത്തിട്ട് നടക്കുന്നുണ്ടാവാന്ന് എനിക്കൊരു തോന്നലും. അവർക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. അവരെ എടുത്തെടുത്ത് അതിനോട് ശീലിച്ചിട്ടുണ്ടാവും. എനിക്കിങ്ങനെ ഒരാഗ്രഹം കൊടുത്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ എടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മള് ഫുൾ ടൈം സാരി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. അവരത് സ്റ്റൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കില്ല. അവര് പണ്ടേ തുടങ്ങി സാരി ഉടുക്കുന്ന വീട്ടുകാരായിരിക്കും. എല്ലാ പണികളൊക്കെ ചെയ്യാൻ. അല്ല, മമ്മി ഏതാണ്ട് ദിവസം ചുടിദാർ ഇട്ടപ്പോ എന്ത് ചുടിദാർ ഇടണേന്ന് ചോദിച്ചു. അപ്പൊ അത് മീൻസ് ഓരോരുത്തരുടെ ഇതാടി. ഇപ്പൊ അമ്മയൊക്കെ വീട്ടില് സാരി അല്ലേ കൂടുതൽ ഇടാറ്. അത് നിന്റെ അമ്മ. അമ്മ തരി സാരി നിർത്താറ്. സാധാ സാരി, കോട്ട സാരി അമ്മ കൂടുതൽ കൊടുക്കാറ്. ലാസ്റ്റ് അമ്മക്ക് വയ്യാണ്ട കായ സമയത്താണ് പിന്നെ അവൻ നൈറ്റിലേക്കൊക്കെ മാറിയത്. അമ്മ ഫുൾ ടൈം സാരി തന്നെ കൊടുക്കാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് സാരി എടുത്ത് നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും തോന്നുന്നു എന്ന് പറയണേ. ചേട്ടൻ എന്ത് തോന്നുന്നു? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ലേ. തലയ്ക്ക് എന്തൊരു പ്രശ്നമുള്ള മുമ്പുള്ളത് കൊണ്ട് എനിക്ക് അതിന് പ്രത്യേകിച്ച് തോന്നണല്ലേ. കുഴപ്പമില്ലടി, ഭംഗിയുണ്ട്. ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മള് പണികൾ എല്ലാ പണികളും എടുക്കണം. സ്റ്റീവന് ക്ലാസ് വിടാറായാ? ഞാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും ചായ വെച്ചു. ചായ ഫസ്റ്റ് കുടിക്കാം. സാരി വലിച്ചു വാരി എടുത്ത പോലെ നിങ്ങക്ക് തോന്നിയേക്കാം. നോർമൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പുകഴ്ത്തുന്നില്ല. ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്തത് കാരണം ഡെയിലി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വൃത്തികേടായിട്ടേക്കാം. ഞാൻ നാളെ മുതൽ മുണ്ടെടുത്തിട്ട് എന്റെ ശരിയല്ലേ എടുത്തോക്ക്. അപ്പൊ അങ്ങനെ ചായ റെഡി. അങ്ങനെ മൗലി മണി തിങ്കളാഴ്ച മാണിക്യ വീണയുമായി എന്നിട്ടായാലും ഇവിടെ കുറച്ച് സാധനം കുടിക്കാം. ഞാൻ ഇവിടെ വന്ന് കുടിക്കാനായിരുന്നു എന്റെ പ്ലാനിങ്. അല്ല, മുമ്പ് ഇങ്ങനെ ആൾക്കാർ ആഗ്രഹിക്കില്ലേ കല്യാണം കഴിയുമ്പോ ഇങ്ങനെ സാരി എടുത്ത് ചായ കൊണ്ടുവരുന്ന ഭാര്യ. ആഗ്രഹിക്കും, പക്ഷെ നടക്കത്ത് വെറുതെ വല്ല നൈറ്റിയോ ചുരിദാറിട്ട് വന്നതായിരിക്കും. അതല്ല, സാരി കൊടുത്ത് സിനിമ കാണുന്ന ഒരു ഇതില് ഇവിടെ നിക്കും. അല്ല, അപ്പൊ അങ്ങനെ ആഗ്രഹിക്കൂലേ? ചിലപ്പോ റിയൽ ആയിട്ട് അങ്ങനൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇട്ടാ ലിജി പോണം തുടങ്ങിയ വീഡിയോ എടുത്തിട്ടുണ്ടായി. പിന്നെ വേണ്ടാന്ന് വെച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഇടും എന്നുള്ളത് എന്റെ ഒരു റിയൽ ലൈഫിലേക്ക് വന്നോളൂ. ഈ സാരി എടുത്ത് ഈ അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് സ്റ്റീവിന്റെ ക്ലാസ്സിൽ പോകണ ഞാൻ മറന്നുപോയി. എണീപ്പിക്കാം. ഞാൻ ഇന്നൊടങ്ങി ചായ കുടിക്കണ്ട, പഞ്ചസാര ഇട്ടുള്ള സാധനങ്ങളൊന്നും കുടിക്കണ്ടെന്ന് തീരുമാനിച്ചായിരുന്നു ഇന്നലെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഇന്ന് ചായ കുടിച്ചേക്കാം. പറയാൻ മുട്ടുന്നു. പക്ഷെ പറയില്ല, ഞാൻ ക്ലൂ തരുള്ളൂ. ഇന്നലെ എനിക്ക് വലിയൊരു അപകടം പറ്റി. ഓ ശരി, അത് ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ. വേണ്ട, ചേട്ടന്റെ ചാനലിൽ പറഞ്ഞു. കൊറേ നാളായി നേരെ വീഡിയോ ഇട്ടിട്ട്. അല്ല, അല്ലാതല്ല. ഡോക്ടർ കാണണോ? ഞാനിന്ന് ഇവിടെ ഇരിക്കേണ്ടവനല്ലായിരുന്നു. അപ്പൊ ഇന്നലത്തെ ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്ന് ദോശ ഉണ്ടാക്കാം. ഇഡ്ഡലി ചില സമയത്ത് ഗ്രേസിന് സ്റ്റീവിന് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് അടുപ്പിച്ച് 2 ദിവസം ഇഡ്ഡലി കൊടുത്തു കഴിഞ്ഞാൽ
അവർ പറയും എനിക്ക് ഇഡ്ഡലി വേണ്ട ദോശ മതി എന്ന് പറയും. അപ്പം ഇന്ന് എന്തായാലും നമുക്ക് ദോശയാക്കാം. ഇന്നലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള മാവ. ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ദോശയാക്കി മാറ്റാം. സംഭവം പണിയെടുക്കാനൊക്കെ ഓക്കെയാണ്. പക്ഷെ അടി മുട്ടണം. സാരി മടക്കി കുത്തിയാലോ? മടക്കി കുത്താൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പബ്ലിക്കിൽ നമുക്ക് മടക്കാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല. കുടുമിനി എന്നാ തേങ്ങ. സാരി കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങളുണ്ട് കേട്ടാ. സാരിയുടെ തുമ്പ് കൊണ്ട് ഇങ്ങനെയൊക്കെ പിടിക്കാം. ഞാനിങ്ങനെ ചെയ്യണൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാനിങ്ങനെ സാരി എടുത്തുള്ള വീഡിയോ ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, മീൻസ് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒരിങ്ങനെ വ്യത്യസ്തത പിടിച്ചാലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ. ഇത് 2 ചേട്ടന്മാരെ പണിക്കുണ്ട്. അപ്പൊ അവർക്കുള്ള ചായയാണ് അത് കൊടുത്തിട്ടാണ്. സാരി എടുത്ത് പണിയെടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പരീക്ഷ സ്റ്റീവോ, അമ്മ സാരി എടുത്താലോ എല്ലാ ദിവസവും വീട്ടില്? ഇഷ്ടാണോ? അല്ലേ? ഇഷ്ടാവില്ല. ഗ്രേസു, അമ്മ എല്ലാ ദിവസവും സാരി എടുത്താലോ? വേണ്ടേ? അതെന്താ? നിനക്ക് സാരി ഇഷ്ടല്ലേ? സ്റ്റീവന് ഇഷ്ടാണോ? ഡാർക്ക് ഇഷ്ടം? ഡാർക്ക് സാരി ഈ സാരി ഇഷ്ടായില്ല എന്നാണോ? അമ്മ സാരി ഉടുക്കണ്ടെന്നാണോ? നിനക്ക് ഈ കളർ മതി എന്നല്ലേ? ഈ കളർ സാരി ഉടുക്കാൻ ഡാർക്ക് മതി, യെല്ലോ കളർ വേണ്ട. ഓക്കെ, കോപ്പി ചെയ്യണോ? രണ്ടുപേരും കുട്ടികളായിട്ട് ഇപ്പൊ മുകളിൽ കെട്ടിയിരുത്തല്ലേ. വേഗം പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് പോകാൻ ദോശയും ചമ്മന്തിയും വരാം. മുരിഞ്ഞ ദോശയും ഓക്കെ. അപ്പൊ എന്ത് വേണമെങ്കിലും വേഗം ആകും. അപ്പൊ അമ്മാമ്മയുടെ പോലെ ഉണ്ടാക്കാം. സ്റ്റീവിന് എന്തിനാ വേണ്ടേ സ്കൂളിലേക്ക്? ഫ്രഞ്ച് ഫ്രൈസാ. ദോശ ആരും കൊണ്ടുപോകും സ്കൂളിലേക്ക്? സ്കൂളിലേക്ക് ദോശ വേണ്ട. ഇപ്പൊ കഴിച്ചല്ലോ, ഇപ്പൊ കഴിക്കും. നല്ലൊരു വീട്ടമ്മയായിട്ടുണ്ട്.
എങ്ങനെയുണ്ട് സാരി? കോട്ടൺ സാരി. സ്റ്റീവിനും എനിക്കും ഈ സാരി ഇഷ്ടായില്ല. സ്റ്റീവനും ഗ്രേസിനും ഇഷ്ടമില്ല. ബ്ലാക്ക് മതി സ്റ്റീവനും. ഡാർക്ക് കളർ മതി. അല്ല അല്ല, സാരി എനിക്ക് ഈ കളർ ഇഷ്ടമായുള്ളൂ. ഇത് ഓൺലൈനിൽ മേടിച്ചതാ. എന്തായാലും നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. സാരി കൊടുത്ത് നടക്കാൻ പോവാ വീട്ടില്. നല്ലതാ. പക്ഷേ മുതലാളി എന്ന് പറയും വീട്ടുപെണ്ണ് പോലെ എടുക്കില്ല, മുതലാളിച്ചു പോലെ ഉണ്ടാവും. വീട്ടമ്മ. വീട്ടമ്മ പോലെ ഇരിക്കില്ല, മുതലാളിച്ചു പോലെ ഇരിക്കും. എന്നിട്ട് മുതലാളിച്ചത് മനസ്സിലായി ഗ്രഹിച്ചേ? ആ, എന്തിട്ടാ? പണിയെടുക്കണ ആൾക്കാര്, പണിയെടുപ്പിക്കുന്ന ആൾക്കാര്. എന്താല്ലേ സാരി ഒക്കെ എടുക്കുമ്പോ ആ ഒരു അതാണ് വീട്ടമ്മ എന്നുള്ള ഒരു കൺസെപ്റ്റ് പഴയ കാലത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആണ്. എന്നാലും ഇപ്പൊ മാമയുടെ പക്ഷെ അമ്മാമ്മ സാരി മുതലെച്ചിയോ? അമ്മാമേ പണ്ട് വീട്ടില് സാരി ഉടുക്കാറ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മമ്മോടൊന്ന് ചോദിച്ചു നോക്കി. അപ്പൊ അമ്മാമ്മ മുതലാളിച്ചായിട്ട് നടക്കാറുണ്ട്. ക്യാമറ കൊണ്ടുപോ. അമ്മ ഇപ്പൊ വരാട്ടാ. അമ്മ മുതലെച്ചിയാണോ? ഒരു താമറേട്ടെ. അമ്മാമേ പണ്ടേ സാരി എടുക്കാറില്ലേ? ഇപ്പൊ അമ്മാമ്മ മുതലെച്ചിയാണോ? മുതലാഴ്ചയാണോ? ആ മുതലാഴ്ച പല സാരി എടുക്കാം. അല്ലെങ്കിൽ വീട്ടമ്മയാണോ? ആ, അല്ലെങ്കിൽ വീട്ടമ്മയാ. ആരായിരുന്നു? ഞാനോ? ഉം. ഞാൻ രണ്ടുമായിരുന്നു. മുതലാഴ്ചയായിരുന്നു, വീട്ടമ്മയായിരുന്നു. അമ്മ കേട്ടാ? രണ്ടുമായിരുന്നു. മുതലാഴ്ച ചെയ്തു, വീട്ടമ്മയും പോയിരുന്നു. കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടിരിക്കാട്ടാ. അപ്പൊ ഇന്നലെ സോഡിയം ഒക്കെ ഭയങ്കരമായിട്ട് കുറവാ. അപ്പൊ സോഡിയം ഒക്കെ വീട്ടിൽ വന്നിട്ടു. അപ്പൊ ഇന്നും ഉച്ചക്ക് വരും അവര് നഴ്സുമാര് വന്ന് അമ്മയ്ക്ക് ഇടും. അപ്പൊ അമ്മ അതിന്റെ ഒരു ക്ഷീണത്തില്ല. അതുകൊണ്ട് എനിക്കും തന്നെ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കൊറേ നേരം മുമ്പേ വിളിച്ചോണ്ടിരുന്നതാ. പക്ഷെ എനിക്കാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. രാത്രി തുറക്കൊക്കെ ഒന്നും ഇങ്ങോട്ട് ശരിയാവണില്ല. മൊത്തത്തിലൊരു ക്ഷീണം പോലെ ഉണ്ട് അമ്മയ്ക്ക്. ഇട്ടോ വേഗം ഇട്. ആ കൊച്ചിട്ടോ എന്നാ ഇട്. ഇപ്പൊ ഫ്രഞ്ച് ഫ്രൈയുടെ ഉദ്ഘാടനം ഒരു ദിവസം കഴിച്ചായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയത്. കാരണം സ്റ്റീവിന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കണമെന്ന് ഭയങ്കര. സ്റ്റീവ് ഗ്രേസ് അതിന്റെ ബോക്സിൽ കണ്ടപ്പോൾ അത് വേണമെന്ന് കുറേ ദിവസമായി പറഞ്ഞായിരുന്നു. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ ഉണ്ടാക്കി. വീണ്ടും ഉണ്ടാക്കാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഞാൻ റെഡിമെയ്ഡ് മേടിച്ച ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കണേ. സംഭവം കൊള്ളാട്ടാ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം നമ്മള് റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ചൂടാക്കി എടുത്തതല്ലാണ്ട് വേറെ കുക്കിംഗ് വേറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്താലാണ് വേറെ എക്സ്പീരിയൻസ്. അലർജി മീനൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസിൽ നല്ലതായിട്ട് തോന്നി. എന്തേടാ റെഡി ആവട്ടെ. സത്യം പറയാലോ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്ന്. അപ്പൊ സാരി എടുത്ത് ഇങ്ങനെ പണി ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. ചൂടെടുക്കാൻ ഇനി സ്റ്റീവനൊക്കെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കല്ലോ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. കുഴപ്പമില്ലാട്ടാ, നമുക്കിങ്ങനെ നോർമലായിട്ട് പണികളൊക്കെ ചെയ്യാൻ ഇതൊക്കെയാണ്. ആ എനിക്ക് തന്നെ സെറ്റ്. ആ എന്നിട്ട് വേണ്ട ഭക്ഷണം വേണ്ടേ മമ്മിക്ക്? മമ്മിക്ക് എന്നിട്ട് വേണ്ടെന്ന് ചോദിച്ച്. അപ്പൊ അമ്മ ഇപ്പൊ 2 ദിവസം ഞാൻ പറഞ്ഞില്ല അമ്മ വയ്യാണ്ടിരിക്കണ. അമ്മ ഫുഡ് കഴിക്കൽ തീരെ ഫുഡ് കഴിക്കലില്ല. പിന്നെന്താ അങ്ങനെയൊക്കെയാണ്. ആ തരാം. അപ്പൊ ഞാൻ ഇനി ഇവനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ലൈറ്റ് ഉണ്ട്. സ്റ്റീവ് വെയിറ്റ് ചെയ്യാണ് ഫ്രഞ്ച് ഫ്രൈസ്ക്ക് വേണ്ടി. വേഗം പൊടി നമുക്ക് കുളിക്കാട്ടാ.